ശ്രീ ജയചന്ദ്രൻ, ഈ ഒരു കാര്യം സിബി റിപ്പോർട്ട് ചെയ്ത വിഷയം, അതായത് കോടതികളിലേക്ക് പോകാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. കോൺഗ്രസ് ഭയക്കുകയാണ് കോടതിയിൽ പോയാലും തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്ന്. ജയചന്ദ്രൻ, ഈ കേസ് അങ്ങനെ കോൺഗ്രസിന് എളുപ്പം പറഞ്ഞു ഒരു രക്ഷപ്പെടാനോ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഒരു വിവാദം മാത്രം മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തടിയൂരാനോ കഴിയുന്ന ഒരു വിഷയമേ അല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രശ്നം 2012 സുബ്രഹ്മണ്യ സ്വാമിയാണ്, BJP നേതാവാണല്ലോ സ്വാമി, അദ്ദേഹമാണ് ഈ കേസുമായിട്ട് വരുന്നത്. കേസുമായിട്ട് വരുന്നതിൻ്റെ അന്നത്തെ കാരണം, സ്വാമിയുടെ പ്രധാനപ്പെട്ട കാരണം, ഇന്നും നിലനിൽക്കുന്ന അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് AICC ഒരു 90 കോടി രൂപ ഇവർക്ക് കടം കൊടുക്കുകയാണ്. അസോസിയേറ്റഡ് ജേർണൽസ് എന്ന് പറഞ്ഞ ഈ നാഷണൽ ഹെറാൾഡിന്റെ പ്രസിദ്ധീകരണ സ്ഥാപനത്തിന് 90 കോടി രൂപ കോൺഗ്രസ് കടം കൊടുക്കുമ്പോൾ സ്വാമി ആരോപിക്കുന്നത് കോൺഗ്രസിന്റെ വരവ് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന സംഭാവനയാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന സംഭാവന കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് അങ്ങനെ കൊടുക്കാൻ നിയമവിരുദ്ധമായ നടപടിയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്നാണ് സുബ്രഹ്മണ്യ സ്വാമി ആരോപിച്ച് 2012 കേസ് കൊടുക്കുന്നത്. ആ കേസ് കോടതിയിലേക്ക് കോടതി എടുക്കുന്നത് 2012 കേസ് കൊടുക്കുന്നു, കോടതി എടുക്കുന്നത് 2014 2014 എടുക്കുമ്പോഴും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടില്ല. 2012 ഇത് കേസ് കൊടുക്കുമ്പോൾ മൻമോഹൻ സിംഗ് ആണ് അധികാരത്തിൽ ഇരിക്കുന്നത്. അത് രണ്ട് പ്രധാനപ്പെട്ട വസ്തുതയായി നിൽക്കുകയാണ് ഈ കേസിന്റെ അടിത്തറയിൽ. അതല്ലാതെ BJP കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ വിവാദമായി മാത്രമേ ചിത്രീകരിക്കുമ്പോൾ വരുന്ന അതിന്റെ അടിത്തറയിൽ ആ വാദം ദുർബലമാവുന്ന ഇതുകൊണ്ടാണ്. കേസ് തുടങ്ങുന്നതും കോടതിയെ കേസ് എടുക്കുന്നതും UPA ഭരണകാലത്താണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന പ്രശ്നം, ഇപ്പോൾ സനി പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ ആ കേസ് അവിടെ വരെ എത്തുന്നുണ്ട്. റൌസ് അവന്യൂ കോടതിയിൽ നിന്ന് പിന്നെ ഡൽഹി ഹൈക്കോടതിയിലേക്ക്, ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് 2015 ഡിസംബറിൽ തന്നെ സുപ്രീം കോടതിയിലേക്ക് ചെല്ലുന്നു. കേസ് തള്ളാൻ കഴിയില്ല, സുപ്രീം കോടതി വിധിക്കുന്നു. തുടർന്ന് കാര്യങ്ങളാവുന്നു. ഇത് ED-യിലേക്ക് വരുന്ന 2022 ഷമ്മി. അതുവരെ ഇത് ED-യുടെ ഒന്നുമില്ല. ഇപ്പൊ ED വേട്ടയാടുന്നു എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് എന്താണ്? ഇവിടെ പിണറായി വിജയനെയും മകളെയും വേട്ടയാടുന്നതിന്റെ കാര്യം ഉദാഹരണ സഹിതം, തെളിവ് സഹിതം നിരന്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അടിസ്ഥാനരഹിതമായി രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയുന്നത്. പക്ഷെ അവർ നിയമപരമായി പോകേണ്ട വഴിയിലെല്ലാം പോകുന്നുണ്ട്. രാഷ്ട്രീയമായി CPM എന്നുള്ള നിലയിൽ ആ പാർട്ടി അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എത്രയോ അപ്പുറത്താണ് ഈ കേസ്. ഇത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മോത്തിലാൽ വോറ, ഓസ്കാർ ഫെർണാണ്ടസ് 4 പേരുടെ പേരിൽ, അതായത് സോണിയയുടെയും രാഹുലിന്റെയും പേരിൽ 76% ഓഹരിയും ബാക്കി ഓഹരികൾ ഓസ്കാറിന്റെയും മോത്തിലാൽ വോറയുടെയും പേരിലുമാക്കിക്കൊണ്ടാണ് യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി തുടങ്ങുന്നത് 2010. അപ്പോഴാണ് ഈ പറയുന്ന 90 കോടി രൂപ, കൃത്യമായി പറഞ്ഞാൽ 89.76 കോടി രൂപ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന കമ്പനിയിൽ പിന്നീട് 2020 മോത്തിലാൽ വോറയും 2021 ഓസ്കാർ ഫെർണാണ്ടസും മരിക്കുന്നുണ്ട്.